ശ്രീ പരമാത്മനേ നമഃ. വിശ്വരൂപ ദർശന യോഗം എന്ന 11-ാം അധ്യായത്തിലെ 39-ാമത്തെ ശ്ലോകം. വായുര്യമോഗ്നിർ വരുണ ശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വഃ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. വായുഹു യമഃ അഗ്നി, വായുവും യമനും അഗ്നിയും, വരുണഃ വരുണനും, ശശാങ്കഃ ചന്ദ്രനും, പ്രജാപതിഃ പ്രജാപതിയും, പ്രപിതാമഹഃ ച പ്രപിതാമഹനുമൊക്കെ ത്വം അങ്ങാകുന്നു. തേ സഹസ്രകൃത്വഃ അങ്ങയ്ക്ക് 1000 നമോ നമഃ നമസ്കാരം നമസ്കാരം. പുനഃ ച ഭൂയഃ അഭി വീണ്ടും വീണ്ടും തേ നമോ നമഃ അസ്തു അങ്ങയ്ക്ക് നമസ്കാരം നമസ്കാരം. വായുവും യമനും അഗ്നിയും വരുണനും ചന്ദ്രനും പ്രജാപതിയും പ്രപിതാമഹനുമൊക്കെ അങ്ങാകുന്നു. അങ്ങയ്ക്ക് 1000 നമസ്കാരം നമസ്കാരം. വീണ്ടും വീണ്ടും അങ്ങയ്ക്ക് നമസ്കാരം നമസ്കാരം. സർവേശ്വരന്റെ അനന്തവും അചിന്ത്യവുമായ വൈഭവത്തെയാണ് അർജുനൻ ഇതുവരെ സ്തുതിച്ചുകൊണ്ടിരുന്നത്. ഉപാസകന്മാർ പല മൂർത്തികളെയും ഇഷ്ടദേവതകളായി ഉപാസിക്കാറുണ്ട്. ആ ഉപാസനാമൂർത്തികളും പരമ്പൊരുളും തമ്മിൽ എന്താണ് ബന്ധമെന്ന് സംശയിക്കുന്നവരുണ്ടാകും. പ്രകൃതിയിലെ ഇന്ദ്രിയ ഗോചരങ്ങളായ ദിവ്യശക്തികളെ ഈശ്വര പ്രതീകങ്ങളായി പണ്ടുള്ളവർ ആരാധിച്ചു പോന്നിരുന്നു. വായു, യമൻ, അഗ്നി, വരുണൻ, ചന്ദ്രൻ, പ്രജാപതി എന്നീ ദേവന്മാരായിരുന്നു വൈദിക കാലത്തെ ഉപാസനാമൂർത്തികൾ. സാധകന്മാരുടെ അന്ധകരണ ശുദ്ധിക്കുള്ള ഉപായങ്ങളായിട്ടാണ് ഈ ദേവതകളെ ആരാധിച്ചു പോന്നിരുന്നത്. നാമരൂപാതീതമായ പരമാത്മാവിനെ പ്രാപിക്കാനുള്ള ഉപായം എന്ന നിലയിലാണ് ദേവതാരാധനം വിധിക്കപ്പെട്ടതെങ്കിലും ഉപായത്തെ തന്നെ ലക്ഷ്യമായി പലരും പിൽക്കാലത്ത് തെറ്റിദ്ധരിക്കാനിടയായി. ഈശ്വര തത്വം മനസ്സിലാക്കിയ അർജുനൻ ഈ നാമരൂപങ്ങളിലൂടെയെല്ലാം ആരാധിക്കപ്പെടുന്നത് വിഭിന്ന ദേവതകളല്ല, ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണെന്ന് കാണുന്നു. ഏകനായ പരമാത്മാവ് വിവിധ ഉപാധികളിലൂടെ വിവിധ ദേവതാമൂർത്തികളായി വിളങ്ങുന്നുവെന്ന ആശയം വേദാന്തം അംഗീകരിക്കുന്നുണ്ട്. ക്ഷേത്രോപാസനയിൽ അന്തർഭവിച്ച തത്വവും ഇത് തന്നെയാണ്. ഓരോ ഭക്തനും വെവ്വേറെ ഇഷ്ടമൂർത്തികളുണ്ടെങ്കിലും അവയെല്ലാം തന്നെയും ഏകനായ പരമാത്മാവിന്റെ രൂപഭേദങ്ങൾ മാത്രമാണ്. ദേവദേവനായ ആ പരമ്പൊരുളിന് 1000 നമസ്കാരം. വിശ്വരൂപനായ ഭഗവാനെ നമസ്കരിക്കുന്നത് കൊണ്ട് മറ്റെല്ലാവരെയും നമസ്കരിച്ചതിന്റെ ഫലം വന്നു ചേരുമെന്ന് അർജുനന് ഉറപ്പായി. ഭഗവാനെ അല്ലാതെ മറ്റാരെയും ഇവിടെ ശരണം പ്രാപിക്കാനില്ലെന്നും അർജുനന് മനസ്സിലായി. അർജുനന്റെ വ്യക്തിത്വ ബോധം സർവാത്മന ഭഗവാൻ അടിയറ വയ്ക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഈ വാക്കുകൾ കൊണ്ട് മനസ്സിലാകുന്നത്. എന്തിനേറെ വിശ്വരൂപനായ ഭഗവാൻ അല്ലാതെ മറ്റൊന്നും ഒരിടത്തും കാണാനില്ലെന്നും അതുകൊണ്ട് സർവത്ര താൻ ആ ഭഗവാനെ തന്നെ നമിക്കുന്നു എന്നുമാണ് അർജുനൻ തുടർന്ന് പറയുന്നത്. 40-ാമത്തെ ശ്ലോകം. നമ പുരസ്താദ പൃഷ്ഠതസ്തേ നമോസ്തുതേ സർവദ ഏവ സർവ അനന്തവീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവ. സർവ സർവാത്മകനായ ഭഗവാനെ, പുരസ്താത് മുൻപിലും, പൃഷ്ഠതഃ പിന്നിലും, തേ നമഃ അങ്ങേക്ക് നമസ്കാരം. പുരസ്താത് പൃഷ്ഠതഃ തേ നമഃ മുന്നിലും പിന്നിലും അങ്ങേക്ക് നമസ്കാരം. അഥ സർവതഃ ഏവ എന്നല്ല എല്ലാ ഭാഗത്തും തന്നെ തേ നമഃ അസ്തു അങ്ങേക്ക് നമസ്കാരം ഭവിക്കട്ടെ. അനന്തവീര്യാമിത വിക്രമഃ അനന്തവീരനും അതിവിക്രമനുമായ ത്വം സർവം സമാപ്നോഷി അവിടുന്ന് എല്ലാറ്റിലും വ്യാപിച്ചു നിൽക്കുന്നു.
തതഃ സർവഃ അസി. അതിനാൽ എല്ലാം അങ്ങ് തന്നെയാണ്. സർവാത്മകനായ ഭഗവാനെ, മുന്നിലും പിന്നിലും അങ്ങേക്ക് നമസ്കാരം. എന്നല്ല, എല്ലാ ഭാഗത്തും തന്നെ അങ്ങേക്ക് നമസ്കാരം ഭവിക്കട്ടെ. അനന്തവീരനും അതിവിക്രമനുമായ അവിടുന്ന് എല്ലാറ്റിലും വ്യാപിച്ചു നിൽക്കുന്നു. അതിനാൽ എല്ലാം അങ്ങ് തന്നെയാണ്. പരമാത്മാവ് എങ്ങും നിറഞ്ഞിരിക്കുന്നു. അകത്തും പുറത്തും മേലും കീഴും ചുറ്റുപാടുമെല്ലാം. അതില്ലാത്ത ഒരിടവുമില്ല. ഇതൊരു പുത്തൻ ആശയമല്ല. ഉപനിഷത്ത് ആചാര്യന്മാരായ ഋഷീശ്വരന്മാരുടെയെല്ലാം പ്രത്യക്ഷാനുഭവമാണ് ഇത്. ആകാശം പോലെ ജഗത്ത് മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒരു മഹാശക്തി എന്ന നിലയിൽ മാത്രമല്ല, സർവശക്തികളുടെയും ഉറവിടമായും അർജുനൻ ഭഗവാനെ കാണുന്നു. എവിടെയെല്ലാം പ്രവർത്തിക്കാനുള്ള ഉത്സാഹവും നേടാനുള്ള കഴിവും വീര്യവും വിക്രമവും കാണപ്പെടുന്നുവോ അതെല്ലാം അനന്തവീര്യനും അമിത വിക്രമനുമായ ഭഗവാന്റെ വിഭൂതിയുടെ വെറുമൊരു കണികയാണ്. ശുദ്ധസത്ത അഥവാ ഉണ്മ എന്ന നിലയിൽ പരമാത്മാവായ ഭഗവാൻ എങ്ങും എല്ലാറ്റിലും സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നു. അതാണ് സർവം സമാപ്നോഷി എന്ന് പറഞ്ഞിരിക്കുന്നത്. വസ്തുക്കൾക്കെല്ലാം ഉണ്മ ഈശ്വരനായതുകൊണ്ട് ആ ഉണ്മയുടെ അഭാവത്തിൽ ഒരു വസ്തുവിനും നിലനിൽക്കാനാവില്ല. എന്നതിനാൽ ഹേ ഭഗവാൻ, സത്താമാത്രനായി എല്ലാറ്റിലും അനുപ്രവേശിച്ചിരിക്കുന്ന അങ്ങ് തന്നെയാണ് എല്ലായിടത്തും എല്ലാം. അതാണ് തദോസി സർവഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങ് എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് എല്ലാം അങ്ങ് തന്നെയാണ്. എവിടെയും എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തു ഉണ്ടെന്ന് വന്നാൽ അതിൽ പിന്നെ മറ്റൊരു വസ്തുവിന് പ്രസക്തിയേയില്ല. ഒന്നാമത്തെ വസ്തു ഇല്ലാത്ത ഒരു ഇടമുണ്ടായിട്ട് വേണ്ടേ മറ്റൊരു വസ്തുവിന് നിൽക്കാൻ? അപ്പോൾ സർവത്ര നിറഞ്ഞു തിങ്ങുന്ന ഒരു വസ്തുവിൽ മറ്റൊരു വസ്തു ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ആദ്യത്തെ വസ്തുവിൽ തന്നെയുള്ള വെറും കാഴ്ചയാകാനേ ഇടയുള്ളൂ. അതുകൊണ്ടാണ് ബ്രഹ്മ സാക്ഷാത്കാരം നേടിയവർ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായ പ്രപഞ്ചമുണ്ടെന്ന് തോന്നുന്നവരുടെ കാഴ്ചയെ മിഥ്യ എന്ന് പറയുന്നത്. ശ്ലോകത്തിൽ തദോസി സർവഹ എന്ന് സിദ്ധാന്തിച്ചതിന്റെ യുക്തി കാണിക്കുവാനാണ് സർവം സമാപ്നോഷി എന്ന വാക്യം. അനന്തമായ ഒരു വസ്തുവും അതിനുള്ളിൽ ഭിന്നമായ മറ്റൊരു വസ്തുവും ഒരുമിച്ച് നിൽക്കാനേ സാധ്യമല്ല. നിൽക്കുന്നതായി തോന്നുന്നെങ്കിൽ അത് വെറുമൊരു തോന്നൽ മാത്രമാണ്. വിശ്വരൂപനായ ഭഗവാന്റെ ദർശനത്തോടുകൂടി കൃഷ്ണനോട് ഇതുവരെ താൻ പെരുമാറിയതൊക്കെ അറിവില്ലായ്മയുടെ അപരാധങ്ങളായി അർജുനന് തോന്നി. അതിനെല്ലാം മാപ്പിരക്കുകയാണ് അടുത്ത ശ്ലോകങ്ങളിൽ. 41, 42 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാ മഹിമാനം തവേദം മയാ പ്രമാദാത് പ്രണയേന വാപി യച്ഛാവഹാസാർത്ഥമസത്കൃതോസി വിഹാരശയ്യാസന ഭോജനേഷു ഏകോധവാപ്യച്യുത തത്സമക്ഷം തത്ക്ഷാമയേ ത്വാമഹമപ്രമേയം. തവ ഇദം മഹിമാനം അജാനത. തവ അങ്ങയുടെ ഇദം മഹിമാനം ഈ മഹിമ അജാനത അറിയാതെ സഖ ഇതി മത്വ സ്നേഹിതൻ എന്ന് നനച്ച് പ്രമാദാത് പ്രണയേന വാ അപി കരുതലില്ലായ്മയാലോ സ്നേഹാധിക്യത്താലോ ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേ, ഹേ കൃഷ്ണ യാദവ സഖേ എന്നും മറ്റും ഇതി മയാ പ്രസഭം യത് ഉക്തം ഞാൻ അലക്ഷ്യഭാവത്തിൽ അങ്ങയെ വിളിച്ചു പോയിട്ടുണ്ട്. വിഹാരശയ്യാസന ഭോജനേഷു കളിക്കുമ്പോഴോ കിടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഉണ്ണുമ്പോഴോ ഏകഹ അഥവാ ഒറ്റയ്ക്കോ തത് സമക്ഷം അഭി മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചോ അപഹാസാർത്ഥം നേരമ്പോക്കായി അങ്ങയെ യത് അസത്കൃതഃ ച അസി ഞാൻ പരിഹസിച്ചു പോയിട്ടുണ്ട്. അച്യുത തത് ഭഗവാനെ അതൊക്കെയും അപ്രമേയം ത്വാം അപ്രമേയനായ അങ്ങയോട് ഭഗവാനോട് അഹം ക്ഷാമയെ ഞാൻ ക്ഷമിക്കാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഈ മഹിമ അറിയാതെ സ്നേഹിതനെന്ന് നനച്ച്
കരുതലില്ലായ്മയാലോ സ്നേഹാധിക്യത്താലോ ഹേ കൃഷ്ണ യാദവ സഖേ എന്നും മറ്റും ഞാൻ അലക്ഷ്യഭാവത്തിൽ അങ്ങയെ വിളിച്ചുപോയിട്ടുണ്ട്. കളിക്കുമ്പോഴോ കിടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഉണ്ണുമ്പോഴോ ഒറ്റയ്ക്കോ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചോ നേരം പോക്കായി അങ്ങയെ ഞാൻ പരിഹസിച്ചിട്ടുമുണ്ട്. ഭഗവാനെ, അതൊക്കെയും അപ്രമേയനായ നിന്തിരുവടിയോട് ഞാൻ ക്ഷമിക്കാൻ പ്രാർത്ഥിക്കുന്നു. സത്യബോധമുണ്ടാകുന്നയാൾ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നവനെ പോലെയാണ്. സ്വപ്നത്തിൽ എന്തെല്ലാം സന്തോഷങ്ങളും ഭയങ്ങളുമാണ് അനുഭവപ്പെടുന്നത്. ഉണരുമ്പോൾ അതെല്ലാം പരമവിഡിത്തമായിരുന്നു എന്ന് ബോധ്യം വരുന്നു. അതുപോലെ സത്യം ഉണരുന്നയാൾക്ക് സംസാരമോഹത്തിൽപ്പെട്ട് താൻ അതുവരെ ആചരിച്ചിരുന്നതെല്ലാം അറിവില്ലായ്മയുടെ വൈകൃതങ്ങളാണെന്ന് തെളിയുന്നു. അജ്ഞാനമാണ് ആപത്തിന്റെ ഉറവിടം. അർജുനന്റെ ദയനീയത ആണ് ഇവിടെ കാണിക്കുന്നത്. ഭഗവത് സ്വരൂപം അറിയാതെ താൻ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം കൈകൂപ്പി മാപ്പിരക്കുകയാണ് അദ്ദേഹം. എത്രയും വേഗം ഈ അജ്ഞതയെ അകറ്റാൻ കഴിയുമോ അത്ര വേഗം മനുഷ്യ ജീവിതം ധന്യമായി തീരുന്നതാണ്. ശ്രീകൃഷ്ണാർജുനന്മാർ തമ്മിലുള്ള ഗാഠമായ സൗഹൃദത്തെ ഇവിടെ ഹൃദയസ്പർശിയായി വെളിവാക്കുന്നു. ഉന്നതാശയങ്ങളുടെ ഗഹനത ലഘൂകരിക്കാനും അവയ്ക്ക് ഹൃദ്യത പകരാനും ഇത് സഹായകമാണ്. ഗഹനങ്ങളായ ഉപനിഷത്ത് തത്വങ്ങളെ ലളിതമായ രീതിയിൽ ദൈനംദിന ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുമാറ് പുനരാവിഷ്കരിക്കുകയാണ് ഗീത ചെയ്യുന്നത്. ഉന്നതങ്ങളും ചിന്താബന്ധുരങ്ങളുമായ വേദാന്താശയങ്ങളെ വനാന്തരങ്ങളിലെ ഏകാന്തതയിൽ നിന്ന് കർമ്മനിരതരായ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭാഷണ രൂപത്തിൽ അവതരിപ്പിച്ച് ലളിതവും ഹൃദയസ്പർശിയുമാക്കാൻ വ്യാസാചാര്യരുടെ തൂലികയ്ക്കുള്ള കഴിവ് പ്രശംസനീയം തന്നെയാണ്. ഉറ്റമിത്രം എന്ന നിലയിൽ പെരുമാറുമ്പോൾ ഭഗവാന്റെ മഹിമയറിയാതെ അർജുനൻ പലപ്പോഴും അവിടുത്തെ ധിക്കരിച്ചിട്ടുണ്ടാവും, കളിയാക്കിയിട്ടുണ്ടാവും. ഭഗവാനെ, അങ്ങയുടെ ഈ യഥാർത്ഥ നില അറിയാതെ അടിയൻ അങ്ങയോട് അനാദരമായി പെരുമാറിപ്പോയിട്ടുണ്ട്. അങ്ങയെ പലപ്പോഴും ധിക്കരിക്കുകയും കളിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അപരാധങ്ങളെല്ലാം പൊറുക്കേണമേ. എന്നെ പോലെയുള്ളവർക്ക് അങ്ങയിൽ സമത്വമോ സൗഹൃദമോ ഒരിക്കലും യോജിക്കുകയില്ല. സർവാർപ്പണ ബുദ്ധിയോടുകൂടിയ ഭക്തി മാത്രമാണ് അഭികാമ്യം എന്നാണ് അർജുനൻ അനുഭവത്തെ ആസ്പദമാക്കി ഇനി വിവരിക്കുന്നത്. 43-ാമത്തെ ശ്ലോകം. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ ന ത്വത്സമോസ്ത്യഭ്യതിക കുതോന്യ ലോകത്രയേഭ്യ പ്രതിമ പ്രഭാവ. അപ്രതിമ പ്രഭാവ, നിസ്തുല പ്രഭാവനായ ഭഗവാനെ, ത്വം ചരാചരസ്യ, അങ്ങ് ചരാചരാത്മകമായ അസ്യ, ഈ ലോകസ്യ പിതാ, അസ്യ ലോകസ്യ പിതാ, ഈ ലോകത്തിന്റെ പിതാവും പൂജ്യം ഗരീയാൻ ഗുരുഹു ച അസി, പൂജ്യം ഗരീയാൻ ഗുരുഹു, പരമപൂജ്യ ഗുരുവും ആകുന്നു, അസി ആകുന്നു. ലോകത്രയേ അഭി, 3 ലോകത്തിലും ത്വത്സമഹ ന അസ്തി, അങ്ങേക്ക് തുല്യനായി ആരുമില്ല. അഭ്യതികഃ അന്യഃ, അങ്ങയേക്കാൾ ശ്രേഷ്ഠനായ മറ്റൊരാൾ കുതഃ, എവിടെ? അതുല്യമായ ശക്തി വിശേഷത്തോടു കൂടിയ അല്ലയോ ഭഗവാനെ, അങ്ങ് ചരവും അചരവുമായ ഈ ലോകത്തിന് പിതാവാണ്. അങ്ങ് ഈ ലോകത്തിന് പൂജ്യനും സർവോത്കൃഷ്ടനുമായ ഗുരുവുമാണ്. 3 ലോകത്തിലും അങ്ങേക്ക് തുല്യനായി മറ്റൊരാളില്ല. അങ്ങയേക്കാൾ കേമനായ ഒരുവനെ കുറിച്ച് പിന്നെ പറയേണ്ടതില്ലല്ലോ. പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം വിശ്വരൂപനായ ഭഗവാന്റെ അവയവങ്ങളോ അംശങ്ങളോ ആയിട്ടാണ് അർജുനന് വെളിപ്പെട്ടത്. എല്ലാ ദൃശ്യങ്ങളെയും വ്യാപിച്ചു നിന്നുകൊണ്ട് അവയെ കോർത്തിണക്കി പ്രവർത്തിപ്പിക്കുന്ന അതുല്യ ശക്തിമാനായിട്ടാണ് ഭഗവാൻ കാണപ്പെട്ടത്. അംശങ്ങൾക്ക് പൂർണ്ണത്തോട് തുല്യത സാധ്യമല്ല. തിരക്കോ കുമിളയ്ക്കോ സമുദ്രത്തോട് തുല്യമാകാൻ പറ്റുകയില്ല. തുല്യം തന്നെ ഇല്ലെങ്കിൽ അധികന്റെ കാര്യം പറയാനുമില്ല. ചുരുക്കത്തിൽ വിശ്വരൂപ ദർശനം പോലെയുള്ള സാക്ഷാത്കാര ദശകൾ ദൃഷ്ടാന്തം കൊണ്ട് തെളിയിക്കപ്പെടാവുന്നവയല്ലെന്ന് താല്പര്യം. അറിയാൻ കൊതിയുള്ളവർ അതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം. വിശ്വരൂപ ദർശനം സത്യസ്വരൂപത്തെ കുറിച്ച് വ്യക്തമായ ബോധം ജനിപ്പിക്കുവാൻ പര്യാപ്തമായതുകൊണ്ടാണ് പൂജ്യനും സർവോത്കൃഷ്ടനുമായ ഗുരുവായി വിശ്വരൂപനെ അർജുനൻ ചിത്രീകരിക്കുന്നത്.
ഭഗവത് പ്രഭാവം കണ്ട് അത്ഭുതപരവശനായ അർജുനൻ ഉള്ളിൽ വർദ്ധിച്ചു വരുന്ന ഭക്തി ആദരവുകൾ അടക്കാനാവാതെ ഭഗവാനെ സ്തുതിക്കുകയാണ്. സർവഥാ സമാരാധ്യനായ ജഗത് പിതാവും ജഗത് ഗുരുവും അങ്ങ് തന്നെയാണ്. ജാഗ്രത് സ്വപ്ന സുഷുപ്തികളാകുന്ന അവസ്ഥാത്രയവും അതനുഭവിക്കാനുള്ള സ്ഥൂല സൂക്ഷ്മ കാരണാത്മകമായ ശരീരത്രയവും അങ്ങയുടെ രൂപഭേദങ്ങളാണ്. ലോകത്രയാകാരേണ പ്രതിഭാസിക്കുന്നത് പരമാത്മാവ് തന്നെയാണ്. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പ്രഭാവം അതുല്യമാണ്. അങ്ങയോട് തുല്യനായിട്ട് പോലും ലോകത്രയത്തിലും മറ്റൊരാൾ ഇല്ല. അതുകൊണ്ട് അങ്ങയേക്കാൾ വലിയൊരാൾ എങ്ങനെയുണ്ടാവും? വിശ്വരൂപനായ ഭഗവാൻ അപ്രതിമ പ്രഭാവനും അതുല്യനുമായതുകൊണ്ട് താൻ ചെയ്തുപോയ എല്ലാ തെറ്റുകളും ഒരച്ഛൻ മകനോടെന്ന വണ്ണം, അഥവാ ഒരു സുഹൃത്തിനോടെന്ന വണ്ണം, അഥവാ ഭർത്താവ് ഭാര്യയോടെന്ന വണ്ണം ക്ഷമിക്കണമെന്നാണ് അർജുനൻ ഇനി പ്രാർത്ഥിക്കുന്നത്. 44-ാമത്തെ ശ്ലോകം. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വാമഹമീശമേഢ്യം പിതേവ പുത്രസ്യ സഖേവ സഖ്യുഃ പ്രിയ പ്രിയാർഹാർഹസി ദേവസോഢും. തസ്മാത് അഹം, അതിനാൽ ഞാൻ, ഈഢ്യം ഈശം ത്വാം, സ്തുത്യർഹനും ഈശ്വനുമായ അങ്ങയെ, കായം പ്രാണിധായ പ്രണമ്യ, ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട്, പ്രസാദയെ പ്രസാദിപ്പിക്കുന്നു, പിതാ പുത്രസ്യ ഇവ, പിതാവ് പുത്രന്റെയും, സഖാ സഖ്യുഹു ഇവ, സ്നേഹിതൻ സ്നേഹിതന്റെയും, പ്രിയ പ്രിയായാഹ ഇവ, ഭർത്താവ് ഭാര്യയുടെയും അപരാധം എന്ന പോലെ, ദേവ മമ, ഭഗവാനെ അവിടുന്ന് അടിയന്റെ, സോഢും അർഹസി, അപരാധം പൊറുക്കേണമേ. ഈ ലോകത്തിനങ്ങ് പരമോത്കൃഷ്ടനായ ഗുരുവും പിതാവുമായതുകൊണ്ട് രക്ഷിതാവും സ്തുത്യർഹനുമായ അങ്ങയെ, അങ്ങേക്കധീനനായ ഞാൻ ദേഹം പാദങ്ങളിൽ പതിപ്പിച്ച് ദണ്ഡ നമസ്കാരം ചെയ്ത് പ്രസാദിപ്പിക്കുന്നു. അച്ഛൻ മകന്റെ എന്ന പോലെ, സുഹൃത്തിന്റെ എന്ന പോലെ, ഭർത്താവ് ഭാര്യയുടെ എന്ന പോലെ, അല്ലയോ നാഥ, എന്റെ തെറ്റുകളും ക്ഷമിക്കാൻ അങ്ങ് കടപ്പെട്ടവനായിരിക്കുന്നു. ഈശ്വര സ്വരൂപം വേണ്ടവണ്ണം ധരിക്കാൻ കഴിയാതിരിക്കുന്നിടത്തോളം തെറ്റ് കലരാത്ത ഒരു പ്രവൃത്തിയും ചെയ്യാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെയുള്ള തെറ്റുകൾക്കൊക്കെ ഒരേ ഒരു പോംവഴി സർവാത്മന ഭഗവാനെ അഭയം പ്രാപിക്കുക മാത്രമാണ്. അച്ഛനെ പോലെയും സുഹൃത്തിനെ പോലെയും ഭർത്താവിനെ പോലെയും അങ്ങ് എന്റെ തെറ്റുകൾ ക്ഷമിക്കണമെന്നാണ് അർജുനൻ ആവശ്യപ്പെടുന്നത്. അച്ഛന്റെ വാത്സല്യവും സുഹൃത്തിന്റെ സ്നേഹവും ഭർത്താവിന്റെ പ്രേമവും ഒരുമിക്കുന്ന കാരുണ്യം അങ്ങ് എന്നിൽ ചൊരിയണം. അപ്പോൾ ഒരു പുത്രന്റെയും സുഹൃത്തിന്റെയും ഭാര്യയുടെയും സ്നേഹങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് അർജുനൻ ഭഗവാനെ ശരണം പ്രാപിക്കുന്നു എന്ന വസ്തുതയും ഇതിൽ ധ്വനിക്കുന്നു. അങ്ങനെ അഭയം തേടുന്ന ഭക്തന്റെ ഏത് തെറ്റും ക്ഷമിക്കാൻ ഭഗവാൻ കടപ്പെട്ടവനാണ്. അക്കാര്യത്തിൽ ഭഗവാൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് താല്പര്യം. സർവശക്തനായ ഭഗവാന്റെ തിരുമുൻപിലാണ് താൻ നിൽക്കുന്നതെന്ന വസ്തുതയറിഞ്ഞപ്പോൾ വസ്തുതകൾ ശരിയായി ഗ്രഹിക്കാനും യുക്തിയുക്തമായി സംസാരിക്കാനും താൻ സമർത്ഥമായി ഭവിച്ചിരിക്കുന്നു എന്ന് കണ്ട അർജുനൻ കൂടുതൽ വാചാലനാവുകയാണ്. ഹൃദയത്തിലെ ഭക്തി ആദരവുകൾ ശരീരം കൊണ്ട് പ്രകടമാക്കലാണ് പ്രണാമം. ശരീരക്രിയക്കല്ല, ഹൃദയഭാവത്തിനാണ് പ്രാധാന്യം. മഹാത്മാക്കളെ പ്രണമിക്കുമ്പോൾ നാം നമ്മുടെ അല്പത്വത്തെ, അഹന്തയെ അവരുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുക. അങ്ങനെ അവരുടെ മഹത്വം നമ്മിലേക്ക് സംക്രമിക്കാൻ അവസരമുണ്ടാക്കുക എന്നാണ് സങ്കല്പം. അഹന്ത നിരാസം വഴി ആധ്യാത്മിക വികാസം കൈവരിക്കലാണ് പ്രണാമം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നർത്ഥം. വാസ്തവത്തിൽ നാം പരമാത്മ സ്വരൂപികൾ തന്നെയെങ്കിലും ശരീരാധ്യാസത്തിൽ നിന്നുടലെടുത്ത അഹന്ത ആ ദിവ്യഭാവത്തെ മറച്ചിരിക്കുകയാണ്. ശരീരാദി ഉപാധികളിലുള്ള മോഹജനകമായ അഭിമാനം അല്ലെങ്കിൽ അഹന്ത എത്ര കണ്ട് ചുരുങ്ങുന്നുവോ അത്ര കണ്ട് നമുക്ക് നമ്മുടെ യഥാർത്ഥ സ്വരൂപമായ ആത്മാവിന്റെ ദിവ്യമഹിമ വെളിപ്പെടും. മൃഗീയ വാസനകളാൽ മലിനവും കാമചാപല്യങ്ങളാൽ കലുഷിതവും വ്യാമോഹങ്ങളാൽ ദൂഷിതവുമായ ഒരു വിഴുപ്പ് ഭാണ്ഡമല്ലാതെ മറ്റൊന്നും തന്റെ വശമില്ല എന്ന് ഓർക്കുമ്പോൾ
സ്വാഭാവികമായും ഒരു കുറ്റബോധമുണ്ടാകും. അതിനാൽ മകന്റെ തെറ്റിനെ അച്ഛനും ചങ്ങാതിയുടെ തെറ്റിനെ ചങ്ങാതിയും ഭാര്യയുടെ തെറ്റിനെ ഭർത്താവും പൊറുക്കുന്നത് പോലെ ഈയുള്ളവന്റെ അപരാധങ്ങളെ പൊറുക്കണേ എന്ന് അർജുനൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അവിവേകം കൊണ്ട് ഒരാൾ ചെയ്തു പോകാവുന്ന തെറ്റുകളൊക്കെയും പറയപ്പെട്ട 3 വകുപ്പുകളിലും ഒതുങ്ങും. എന്തായാലും കാലസ്വരൂപനായ ഭഗവാന്റെ ദംഷ്ട്രകരാളമായ സംഹാര രൂപം ഇനിയും അധിക നേരം തനിക്ക് കണ്ടു നിൽക്കാൻ കരുത്തില്ല എന്നാണ് അർജുനൻ ഇനി വെളിപ്പെടുത്തുന്നത്. തനിക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും അതോടൊപ്പം ഭയവും തന്നെ ബാധിക്കുന്നു എന്നും അതുകൊണ്ട് ആദ്യം കണ്ട വൈഷ്ണവ രൂപം കൈക്കൊണ്ട് അനുഗ്രഹിക്കണമെന്നുമാണ് അർജുനന്റെ അഭ്യർത്ഥന. 45-ാമത്തെ ശ്ലോകം. അദൃഷ്ടപൂർവം ഋഷിദോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യതിതം മനോമേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. അദൃഷ്ടപൂർവം ദൃഷ്ട്വാ, മുൻപ് കണ്ടിട്ടില്ലാത്ത വിശ്വരൂപം കണ്ടിട്ട്, ഋഷിദഃ അസ്മി, ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു, മേ മനഃ, എന്റെ മനസ്സ്, ഭയേന പ്രവ്യതിതം ച, പേടികൊണ്ട് വല്ലാതെ നടുങ്ങുകയും ചെയ്യുന്നു. ദേവ തദ്രൂപം ഏവ, ഭഗവാനെ ആ മുമ്പത്തെ രൂപം തന്നെ, മേ ദർശയ, എനിക്ക് കാട്ടിത്തന്നാലും, ദേവേശ ജഗന്നിവാസ, പരമേശ്വര പ്രസീദ, പ്രസാദിച്ചാലും. അല്ലയോ ഭഗവാനെ, മുൻപ് കണ്ടിട്ടില്ലാത്ത ഈ രൂപം കണ്ടിട്ട് ഞാൻ സന്തുഷ്ടനാണ്. എന്നാൽ എന്റെ മനസ്സ് ഭയം കൊണ്ട് അത്യധികം വ്യാകുലമാവുകയും തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ആ പഴയ വൈഷ്ണവ രൂപം എനിക്ക് കാട്ടിത്തരൂ. ആ പഴയ വൈഷ്ണവ രൂപം തന്നെ എനിക്ക് കാട്ടിത്തരൂ. അല്ലയോ ദേവദേവ ജഗതീശ്വര, എന്നിൽ പ്രസന്നനാകൂ. ഇഷ്ടമൂർത്തിയെ പ്രേമപൂർവം ഭജിക്കുന്നവരാണ് സഗുണോപാസകന്മാർ. ഉപാസനാ സൗകര്യത്തിന് പരിമിതമായ ഒരു രൂപം അവലംബിക്കുന്നുവെങ്കിലും അതിൽ ഭക്തൻ കാണുന്നത് രൂപാതീതനായ ഈശ്വരനെയാണ്. അപരിമേയമായ ഈശ്വരഭാവം അനുഭവിക്കുമ്പോൾ അവാച്യമായ ആനന്ദം ഉളവാകുന്നതോടൊപ്പം എന്തെന്നില്ലാത്ത ഒരു ഭയവും ഭക്തനെ ബാധിക്കും. അജ്ഞാനകാര്യമായ ഭൗതിക മേഖലയെ അതിക്രമിക്കാൻ തുടങ്ങുന്ന സാധകർക്കെല്ലാം ഉണ്ടാവുന്ന ഒരു അനുഭവമാണിത്. ആനന്ദസാന്ദ്രമായ ഈശ്വരാനുഭൂതിയിൽ പ്രതിഷ്ഠ ലഭിക്കുന്നതുവരെയും ശരീരബോധം സാധകനെ ദുഃഖാത്മകമായ ലോകത്തിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. ജീവഭാവം ഇല്ലാതായി പോവുകയാണ് എന്നോർക്കുമ്പോൾ ഒരു ഭയം ബാധിക്കുകയും ചെയ്യും. പരിച്ഛിന്നമായ ജീവനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപരിചിതമായ ഒരവസ്ഥയാണ് ഈശ്വരഭാവം. അപരിമേയമായ ആ ദിവ്യാനുഭൂതിയിൽ സാധകൻ ആനന്ദ നിർവൃതി അടയുന്നു എന്ന വസ്തുത മുൻപ് അനുഭവമില്ലാത്ത ഇത് കണ്ടിട്ട് എനിക്ക് എന്തെന്നില്ലാത്ത ആനന്ദമുണ്ട്. അദൃഷ്ടപൂർവം ഋഷിദോസ്മി ദൃഷ്ട എന്ന അർജുനന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ ദിവ്യാനുഭൂതിയുടെ ഈ പുതുമേഖലയിലേക്ക് ആദ്യമായി കടക്കുന്ന സാധകന് അധിക നേരം അവിടെ നിൽക്കാൻ ആവില്ല. സമചിത്തത നിലനിർത്താനാവില്ല. ധ്യാനത്തിന്റെ പരമകാഷ്ഠയിൽ ചിത്തവൃത്തികളെല്ലാം അടങ്ങി സമാധി അവസ്ഥ കൈവരുമ്പോഴേക്കും സാധകന്റെ മനസ്സ് ഞെട്ടി ഉണരുന്നത് പോലെ പ്രപഞ്ച പ്രതീതിയിലേക്ക് തന്നെ തെറിച്ചു വീഴും. സമാധി പരിശീലകന്മാർക്കൊക്കെയും ആദ്യഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന അനുഭവമാണിത്. ഭാവാതീതമായ ആ ദിവ്യഭാവത്തിൽ പ്രതിഷ്ഠ കിട്ടാതെ വരുമ്പോൾ പ്രപഞ്ച പ്രതീതിയിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധിതനായി ഭവിക്കുമ്പോൾ ഭക്തൻ ഭാവയോഗ്യമായ തന്റെ ഇഷ്ടദേവതയുടെ സുന്ദര രൂപം തന്നെ പ്രേമപൂർവം ആശ്രയിക്കുന്നു. മുൻപ് കണ്ടിട്ടില്ലാത്ത വിശ്വരൂപം ദർശിച്ച് ഈശ്വര സ്വരൂപം ഏതാണ്ടൊക്കെ വ്യക്തമായി അറിയാൻ അർജുനന് കഴിഞ്ഞു എന്നുള്ളതാണ് സന്തോഷത്തിനുള്ള കാരണം. എന്നാൽ ഈ സംഹാര രൂപം തുടർന്ന് കണ്ടു നിൽക്കാനുള്ള കഴിവില്ലായ്മയാണ് അർജുനന്റെ ഭയത്തിനുള്ള കാരണം. അഹന്തയും മമതയും അവശേഷിക്കുന്നിടത്തോളം ഭയത്തോടുകൂടി മാത്രമേ വിശ്വരൂപനെ ദർശിക്കാൻ പറ്റൂ. ഞാനും എന്റേതുമെല്ലാം ഇല്ലാതായി പോകുമോ എന്നതാണ് ഭയം. അതുകൊണ്ട് ശീതളമായ സത്വഗുണ പ്രകാശം നിറഞ്ഞതും ശാന്തസുന്ദരവുമായ വൈഷ്ണവ രൂപം കാട്ടിത്തന്നുകൊണ്ട് തന്നെ അനുഗ്രഹിക്കണം എന്നാണ് അർജുനന്റെ പ്രാർത്ഥന.
ഏതു തരം രൂപമാണ് താൻ കാണാൻ കൊതിക്കുന്നതെന്ന് അർജുനൻ വ്യക്തമാക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. 46-ാമത്തെ ശ്ലോകം. കിരീടിനം ഗതിനം ചക്രഹസ്തമിച്ഛാമി ത്വാം ദൃഷ്ടുമഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. തഥാ ഏവ, മുൻപത്തെ പോലെ തന്നെ, കിരീടിനം ഗതിനം ചക്രഹസ്തം, കിരീടിയും ഗതിയും ചക്രപാണിയുമായിട്ട്, ത്വം ദൃഷ്ടും അഹം ഇച്ഛാമി, അങ്ങയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, സഹസ്രബാഹോ, ആയിരക്കണക്കിന് കൈകളോടുകൂടിയ, വിശ്വമൂർത്തേ, വിശ്വമൂർത്തിയായ ഭഗവാനെ, ചതുർഭുജേന, 4 തൃക്കൈകളോടുകൂടിയ, തേന രൂപേണ ഏവ ഭവ, ആ രൂപം തന്നെ കൈക്കൊണ്ടാലും. മുൻപ് കണ്ട പോലെ തന്നെ അങ്ങയെ കിരീടം ധരിച്ചവനായും ഗദ കയ്യിലുള്ളവനായും ചക്രായുധം കയ്യിലേന്തിയവനായും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. 1000 കൈകളുമായി വിളങ്ങുന്ന അല്ലയോ വിശ്വരൂപ, മുൻപ് കണ്ട പ്രകാരം തന്നെ 4 കൈയുള്ള വിഷ്ണുരൂപം കൊണ്ട് വിളങ്ങി നിന്നാലും അങ്ങയെ ആ പഴയ രൂപത്തിൽ തന്നെ കണ്ടാൽ മതി എന്നാണ് അർജുനന്റെ പ്രാർത്ഥന. ആ വിശ്വരൂപം കണ്ടിട്ട് അദ്ദേഹത്തിന് പേടിയാകുന്നു. വേദാന്ത വേദ്യമായ പരമ്പൊരുൾ തന്നെയാണ് പ്രപഞ്ചാകാരേണ സ്ഥിതി ചെയ്യുന്നത് എന്ന കാഴ്ച വിരാട് രൂപദർശനം പ്രത്യക്ഷത്തിൽ കാണാനിടവന്നാൽ പോലും അത് നോക്കി നിൽക്കാൻ സാധാരണക്കാർക്കാവില്ല. മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ബൃഹത്തും മഹത്തുമാണ് അത്. ബുദ്ധി ഒരു വേള അതിൽ ആമഗ്നമായാൽ തന്നെയും മനസ്സിന് അധിക നേരം അത് താങ്ങാനാവില്ല. അപരിമേയനാണ് ഈശ്വരൻ എന്നത് ശരി തന്നെയാണ്. ബുദ്ധിക്കത് സ്വീകാര്യവുമാണ്. എന്നാൽ മനസ്സിന് അത് മാത്രം പോരാ, അനുഭവം വരണം. യഥാർത്ഥ രൂപത്തിൽ ഈശ്വരനെ മനസ്സുകൊണ്ട് നേരിട്ട് അനുഭവിക്കാനാവുകയുമില്ല. അതിനാൽ അത് പ്രതിരൂപങ്ങളെ അവലംബിക്കുന്നു. പ്രതിരൂപങ്ങൾ വഴിയല്ലാതെ മനസ്സിന് ഈശ്വരനെ നേരിട്ട് അനുഭവിക്കാനാവില്ല എന്നർത്ഥം. ഭാഗവതാദി പുരാണങ്ങളിൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള മഹാവിഷ്ണുവിന്റെ മോഹന രൂപത്തെ കാണാനാണ് അർജുനൻ ആഗ്രഹിക്കുന്നത്. 4 തൃക്കൈകളോട് കൂടിയവനാണ് ഭഗവാൻ എന്ന വർണ്ണനയിൽ വൈകൃതം കാണുന്നവരുണ്ടാകാം. ഈശ്വരന്റെ രൂപകൽപ്പനയിലെ പ്രതിരൂപാത്മകത അറിയാത്തത് കൊണ്ടാണത്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഈ അന്ധകരണ ചതുഷ്ടയത്തിന്റെ പ്രതീകമാണ് ചതുർബാഹുക്കൾ. നീലവർണ്ണനും പീതാംബരധാരിയുമായാണ് പുരാണങ്ങളിൽ ഭഗവാനെ വർണ്ണിച്ചിരിക്കുന്നത്. നീലവർണ്ണം അനന്തതയെ സൂചിപ്പിക്കുന്നു. വിശാലമായ ആകാശവും അഗാധമായ ആഴിയും നീല നിറമാണ്. നീല നിറമായിട്ടാണല്ലോ കാണപ്പെടുന്നത്. മഞ്ഞ അല്ലെങ്കിൽ പീതമാണ് ഭൂമിയുടെ നിറം. അപരിമേയനായ ഈശ്വരൻ പരിച്ഛിന്ന ഭാവം കൈക്കൊണ്ട് അല്ലെങ്കിൽ ജീവഭാവം കൈക്കൊണ്ട് അന്ധകരണങ്ങളിലൂടെ പ്രകടമായി ജീവിത ലീല ആടുന്നുവെന്ന തത്വത്തിന്റെ പ്രതീകമാണ് ഈ പറയപ്പെട്ട രൂപം. കൂടാതെ എല്ലാ മതങ്ങളും ഈശ്വരനെ സർവശക്തനായിട്ടാണ് കരുതുന്നത്. സർവജീവികളുടെയും ബാഹുബലത്തിനാധാരം ഈശ്വര ശക്തിയായതുകൊണ്ട് ഈശ്വരനെ ബഹുബാഹുവായി അല്ലെങ്കിൽ ചതുർബാഹു എന്ന് ചിത്രീകരിച്ചത് യുക്തം തന്നെയാണ്. ശംഖം, ചക്രം, ഗദ, പത്മം ഇവയാണ് ആ തൃക്കൈകളിൽ. ഈശ്വരൻ എല്ലാവരുടെയും ഉള്ളിൽ ദിവ്യ കാഹളം മുഴക്കിക്കൊണ്ടിരിക്കുന്നു. ജീവിത ലക്ഷ്യമായ പരമധാമത്തിലേക്ക്, മംഗള സ്വരൂപത്തിലേക്ക് ഉണരാനുള്ള അന്തര്യാമിയുടെ ആഹ്വാനം. അതാണ് ശംഖനാഥം. ചെവിക്കൊള്ളാത്ത ജീവന്മാർക്ക് ശിക്ഷയായി ഗദാപ്രഹരം ഏൽക്കേണ്ടി വരുന്നു. ജീവിത യാതനകളാണ് ഗദാപ്രഹരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ടും മനുഷ്യൻ തെറ്റ് തിരുത്തുന്നില്ലെങ്കിൽ ചക്രം വന്ന് അവന്റെ തല കൊയ്യുന്നു. അപ്രതിരോധ്യമായ കാലചക്രത്തിന് ജീവൻ വിധേയനായിത്തീരുന്നു, മരിക്കുന്നു എന്നാണ് അർത്ഥം. എന്നാൽ ആരാണോ ശംഖനാഥം കേട്ടുണരുന്നത് അവന് ഭഗവാൻ താമര നൽകുന്നു. പരമമംഗളത്തിന്റെ ആധ്യാത്മിക സിദ്ധിയുടെ പ്രതീകമാണ് താമര. ശാസ്ത്രോക്തി അനുസരിച്ച് ധാർമ്മിക ജീവിതം നയിക്കുന്നവർക്ക് ശാന്തിയും സുഖവും സമൃദ്ധിയും അനുഭവിക്കാം എന്നർത്ഥം. കിരീടം ധരിച്ച് ശംഖചക്ര ഗദാ പങ്കജധാരിയായി വിളങ്ങുന്ന ചതുർഭുജനായ വിഷ്ണുവിനെ കാണാൻ അർജുനൻ ആഗ്രഹിച്ചത് വിശ്വരൂപ ദർശനത്തിനിടയിൽ തേജോരാശിയുടെ മധ്യത്തായി അർജുനൻ മുൻപ് വിഷ്ണു രൂപം ദർശിച്ചു എന്ന് 17-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്.
സത്വഗുണത്തിന്റെ ശാന്തതയും സൗകുമാര്യവും നിറഞ്ഞതാണ് വിഷ്ണു രൂപം. വിഷ്ണുവിന്റെ മൂർത്തി സങ്കല്പത്തിന് അപ്പുറമുള്ള സത്യദർശനത്തിനുള്ള പാകത അർജുന മനസ്സിന് ഇനിയും വരേണ്ടതായിട്ടാണ് ഇരിക്കുന്നതെന്ന് താല്പര്യം. വായുര്യമോഗ്നിർവരുണഃ ശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വാ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. നമഃ പുരസ്താദത പൃഷ്ഠതസ്തേ നമോസ്തു തേ സർവദ ഏവ സർവാ അനന്തവീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവാ. സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാ മഹിമാനം തവേദം മയാ പ്രമാദാത് പ്രണയേന വാപി. യച്ഛാവഹാസാർത്ഥമസത്കൃതോസി വിഹാരശയ്യാസന ഭോജനേഷു ഏകോ തവാഭ്യച്യുത തത്സമക്ഷം തച്ഛാമയേ ത്വാമഹമപ്രമേയം. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഘരീയാൻ ന ത്വത്സമോസ്ത്യപ്യധികഃ കുതോന്യോ ലോകത്രയേഭ്യ പ്രതിമ പ്രഭാവാ. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വാമഹമീശമീഢ്യം. പിതേവ പുത്രസ്യ സഖേവ സഖ്യു പ്രിയ പ്രിയായാഹസി ദേവ സോഢും. അദൃഷ്ടപൂർവം ഋഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യതിതം മനോ മേ. തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. കിരീടിനം ഗദിനം ചക്രഹസ്ഥ മിച്ഛാമി ത്വാം ദ്രഷ്ടുമഹം തഥൈവ. തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ.